സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യൗവനക്കാരനായിരുന്ന യോശുവ മോശയുടെ അടുക്കൽ സഹായിയായി നിന്നു. ചുമടെടുക്കാനും എല്ലാ പണികളും ചെയ്യുവാൻ സഹായിച്ചിരുന്നു. എന്നാൽ യോശുവ വിശ്വാസം പഠിക്കാനിടയായി. മോശയുടെ അടുക്കൽ നിന്ന് സ്നേഹം അറിയാനിടയായി. സമാധാനത്തോടെ ആയിരിക്കുവാൻ പഠിച്ചു. യൗവനമോഹങ്ങളെ ജയിക്കുവാൻ കഴിഞ്ഞു. ദൈവദാസനോട് ചേർന്നിട്ട് ദൈവിക ദർശനങ്ങളെ പ്രാപിച്ചുകൊണ്ട് മോശ വൃദ്ധനായ സമയത്ത് മോശയുടെ മകനെയാണോ ദൈവം നായകനാക്കിയത്? മോശയുടെ മകനെയാണോ ദൈവം നായകനാക്കി തിരഞ്ഞെടുത്തത്? നിന്റെ അടുക്കലുള്ള യോശുവയെ വിളിച്ചു കൊണ്ടുവരിക, അവനെ കൊണ്ടുവന്ന് നീ അവനെ അഭിഷേകം ചെയ്യുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്നത് പോലെ യോശുവയോടും കൂടെ ഇരിക്കാനിടയാകും. നിന്നെ സഹായിച്ചതുപോലെ ഞാൻ യോശുവയെയും സഹായിക്കാനിടയാകും. ഒരു പണിക്കാരനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ. 40 വർഷം പണിക്കാരനായി അവൻ വേല ചെയ്തു. എന്നാൽ വലിയ ഒരു നായകനായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുക്കുവാനിടയായി. എലീശയെ ദൈവം വിളിച്ച സമയത്ത് ഏലിയാവ് പോയി അവന്റെ മേൽ പൊതുപ്പെട്ട സമയത്ത് അവൻ 12 ഏർ കാളകളെ കെട്ടിക്കൊണ്ട് ഉഴന്നിരിക്കുമെന്ന്. 12ാമത്തേതിന്റെ കൂടെ അവൻ തന്നെയായിരുന്നു. അപ്പോൾ ഓർക്കുക എത്ര ഭൂസ്വത്ത് അവൻ ഉണ്ടായിരുന്നു. ഒരുപാട് പണിക്കാരെയൊക്കെ വെച്ചിട്ട്, നിങ്ങൾക്ക് കലപ്പയെന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കാം, 12 ട്രാക്ടറുകൾ വെച്ചിട്ട് ഭൂമി ഉഴവുകയായിരുന്നുവെന്ന്. 12 ട്രാക്ടറുകളും അവൻ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഓർക്കും എത്ര ഉത്തരവാദിത്തമുള്ളവനാണ് ഇവൻ, അതുപോലെ എത്ര സമ്പന്നനാകുന്നു ഇവൻ എന്ന്. പുതപ്പ് അവന്റെ മേൽ ഇട്ടിട്ട് കർത്താവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിത്തൊക്കെ വിധിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. എന്താണ്? എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, നാട്ടുകാരോടെല്ലാം പറഞ്ഞിട്ട്, അപ്പനോടും അമ്മയോടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു, അമ്മ എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, അപ്പ എന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്, അപ്പാ ഞാൻ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ പോകുന്നു എന്ന് പറയാൻ പോയി. എത്രമാത്രം സന്തോഷമുണ്ടായെന്നറിയാമോ? അവൻ ആ കലപ്പയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ കാളയെ യാഗമർപ്പിച്ചിട്ട് ജനത്തിനെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാൻ പോകുകയാണെന്നുള്ള സന്തോഷത്തോടെ, എത്ര സന്തോഷമാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞതുപോലെ. അബ്ബാബാബ എന്തൊരു സന്തോഷമാണ്. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒഴുവാൻ ഇടവരുത്താതെ, ഈ കലപ്പ എനിക്ക് ആവശ്യമില്ല. ചിലർ പറയും, ഞാൻ നോക്കട്ടെ, ഒരു 3 ദിവസം ദൈവവേല നോക്കാം, ഞാനൊരു ലോങ് ലീവ് എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം, ദൈവവേല നന്നായി പോകുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് എൻ്റെ ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്യാം. കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും തന്നെ എനിക്ക് യോഗ്യൻ അല്ല. ദൈവവേലയെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ആലോചിക്കുന്നത്? ഈ കാലത്ത് വിശ്വസ്തരായിരിക്കുന്നതായ ദൈവദാസന്മാർ കുറഞ്ഞു പോകുന്നു. നോക്ക്, ദൈവവേല എന്ന് പറഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്, ദൈവവേല എത്ര വലിയ ഭാഗ്യമാകുന്നു. ഡേവിഡ് ബ്രെയ്നാർഡ് പറഞ്ഞു, എൻ്റെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗ്രാമങ്ങളിലെല്ലാം കയറി ഇറങ്ങി നശിച്ചു പോകുന്നവരെ തിരഞ്ഞുരക്ഷിപ്പാൻ, സ്വർഗീയ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ദൈവം ചെയ്തതായ അത്തരത്തിലുള്ള ഒരു ദൈവവേല, അത്തരമൊരു ദൈവവേല എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ജോലി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തിന്റെ ഹിതപ്രകാരം എലീശ അങ്ങോട്ട് പോകാനിട. അത്ര വലിയ ധനവാനായിട്ടും ഏലിയാവിന്റെ അടുക്കിലേക്ക് പോയി. പിന്നീട് എന്ത് സംഭവിച്ചു അറിയാമോ? ഏലിയാവ് എടുക്കപ്പെട്ടതിന് ശേഷമായിട്ട് രാജാവ് ഒരു നാൾ ചോദിക്കുകയാണ്, ദേശത്ത് പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ? ഏലിയാവ് നമ്മെ വിട്ട് പോയിരിക്കുന്നുവല്ലോ. അപ്പോൾ എങ്ങനെയാണ് എലീശയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തതായ എലീശ ഉണ്ട്. എന്താണ് അവൻ ചെയ്തത്? അവൻ ഒരു സേവകന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എലീശ ഏലിയാവിന്റെ അടുക്കൽ എങ്ങനെയായിരുന്നു? പരിചാരകനായിരുന്നു. ഈ സമ്പത്തെല്ലാം ഇവിടെ വിട്ടുകളഞ്ഞിട്ട്, ഈ ധനമെല്ലാം വിട്ടുകളഞ്ഞിട്ട് ദൈവവേല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് എന്താണ് ചെയ്തത്? അവിടെ നിനക്ക് ഒരു നല്ല ജോലിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നിരിക്കാം. എന്നാൽ എലീശ ഒരിക്കലും അതിനെക്കുറിച്ച് ദുഃഖിച്ചിരുന്നില്ല. എന്താണ്? നീ ബഥേലിൽ തന്നെ ആയിരിക്കൂ, ദൈവം എന്നെ വിളിക്കുന്നുണ്ട് എന്ന് ഏലിയാവ് എലീശയോട് പറയുന്നതായ സമയത്ത് ഞാൻ നിന്നോടൊപ്പം വരാം. ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമെന്നാണ്. എലീശ, നീ മന്ദിരം നോക്കിക്കോളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോടൊപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. എരിഹോവിലേക്ക് ചെന്നു. നീ എരിഹോവിൽ തന്നെ ആയിരിക്കുക. എരിഹോവ് എന്ന് പറഞ്ഞ യുദ്ധം, സുവിശേഷ വേല, പിശാചിനോടുള്ളതായ പോരാട്ടമാണ്. യഥാർത്ഥമായ സുവിശേഷ വേല യുദ്ധമാണ്. ആ കാര്യം നിങ്ങൾക്കറിയാമോ? അന്ധകാര ശക്തിയോട് പോരാടുന്നതാണ് സുവിശേഷ വേല. ദുഷ്ടാത്മശക്തികളോട് പോരാടിയിട്ട് പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നതായ ആത്മാക്കളെ വിടുവിക്കുന്നതാണ് യഥാർത്ഥമായ ദൈവവേല. ദൈവവേല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയും പാട്ടുപാടുകയും മറ്റെന്തൊക്കെയുമാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ദൈവവേല എന്ന് പറഞ്ഞാൽ പിശാചിനോട്
പ്രാർത്ഥനയിൽ പോരാടുന്നതാണ്. വിശ്വാസത്തോടെ സാത്താനെ ജയിക്കുന്നതാണ്. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ മദ്യപാനികളെയും വ്യഭിചാരികളെയും ഒക്കെ, ദുർമാർഗികളെയും ദുഷ്ടന്മാരെയും ഒക്കെ വിടുവിച്ചെടുക്കുന്നതാണ് പിശാചിന്റെ കയ്യിൽ നിന്ന്. അതാണ് യഥാർത്ഥമായ സേവ. ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കണം, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം, കെട്ടപ്പെട്ട് കിടക്കുന്നവരെ അഴിക്കണം. അതാണ് യേശുക്രിസ്തു ചെയ്തതായ ദൈവവേല. അതാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവവേല. ഏത് മീഡിയയിൽ കൂടിയാണെങ്കിലും ഏതു രീതിയിൽ ചെയ്താലും അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആത്മാക്കളെ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണം, പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുക്കണം. നിത്യനരകത്തിലേക്ക് പോകുന്നവരെ സ്വർഗീയ അവകാശികളായി മാറ്റണം എന്ന ആശയോടെ, ആഗ്രഹത്തോടെ യെരിഹോവിൽ താമസിച്ച് സുവിശേഷ പ്രവൃത്തി ചെയ്യൂ. ഞാൻ യോർദാനിലേക്ക് പോകുന്നു. യോർദാൻ എന്ന് വെച്ചാൽ മരണം. എന്താണ്? ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എലീശ എന്താണ് പറഞ്ഞത്? യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. നിന്നോടൊപ്പം മരിക്കുന്നതിനു വേണ്ടിയും ഞാൻ ഒരുക്കമാണ്. ആ യോർദാൻ കടക്കുന്ന സമയത്ത് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് എന്താണ് വേണ്ടത് ചോദിക്കൂ എന്ന്. എന്താണ് ചോദിച്ചത്? എന്താണ് അവൻ ചോദിച്ചത്? അവകാശമെല്ലാം എനിക്ക് എഴുതി നൽകാൻ വേണ്ടി പറഞ്ഞോ? ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് നൽകാൻ പറഞ്ഞോ? എന്താണ് അവൻ ചോദിച്ചത്? എന്താണോ? നിന്റെ ആത്മാവ് അല്ല, നിന്റെ ആത്മാവല്ല, നിന്റെ മേലുള്ളതായ ആത്മാവിൽ. ഇന്ന് പലരും ദൈവദാസന്മാരെ നോക്കിയിട്ട് പറയാറുണ്ട്, അങ്ങേപ്പോലെ ആയിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നിന്നെപ്പോലെ ആയാൽ എന്താണ് പ്രയോജനം? നിന്നെ ദൈവം അഭിഷേകിച്ചിരിക്കുന്ന ആ ആത്മാവ് എനിക്ക് വേണം. നിന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ആ അഭിഷേകം എനിക്ക് വേണം. ഈ ജയ്പോളിന്റെ അഭിഷേകം വേസ്റ്റ് ആണ്. ജയ്പോളിനെ പോലെ ആകാൻ ആഗ്രഹിക്കരുത്. ജയ്പോളിൽ ഉള്ളതായ ആ ആത്മാവ് മാറുകയാണെങ്കിൽ പിന്നെ ജയ്പോൾ ഒന്നുമില്ല, ശൂന്യം, ഒരു പ്രയോജനവുമില്ല. എന്താണ്? നിന്നെ ഇത്രമാത്രം ദൈവം ഉപയോഗിച്ചില്ലേ? ആ നിന്റെ മേലുള്ളതായ ആത്മാവ്, നിന്നെ ഇത്രമാത്രം കാത്തു സൂക്ഷിച്ച ദൈവാത്മാവ്, നിന്നെ വിശുദ്ധീകരിച്ചതായ ദൈവത്തിന്റെ ആത്മാവ്, നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നടത്തുന്നതായ ആത്മാവില്ലേ? ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. എത്ര വലിയതായ ആഗ്രഹമാണ്! നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ഏലിയാവിനേക്കാൾ കൂടുതൽ എലീശ 2 ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്തതായി കാണാം. യൗവനകാലത്ത് അവൻ കഷ്ടപ്പെട്ടു, യൗവനകാലത്ത് ഒരു പരിചാരകനായി അവൻ നിന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ അവനെ ദൈവം ഉയർത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ വിശാലമായ ചെറുകിൻ മറവിൽ നിങ്ങൾ താഴ്ന്നിരിക്കുക. ഇപ്പോഴുള്ള യൂത്ത് പാസ്റ്റേഴ്സ് എല്ലാം ഈ താഴ്ന്നിരിക്കുന്നവർക്ക് പിടിക്കത്തില്ല. ഒരു ദൈവദാസനിൽ നിന്ന് പഠിക്കുകയില്ല, ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കില്ല. എന്റെ മേൽ ദൈവത്തിന്റെ അസാധ്യമായ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം വീഴാനിടയാകും, പരിഹാസപാത്രമായി മാറുകയും ചെയ്യും. യേശുക്രിസ്തു പോലും 30 വർഷത്തേക്ക് വെളിയിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ്? മാതൃകയായിരിക്കാനായി. ഞാൻ 18 വയസ്സ് മുതൽ ദൈവവേല ചെയ്യുന്നുണ്ട്. എന്നാൽ 30 വയസ്സ് ആകുന്നത് വരെ ജയ്പോളിനെ ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ദൈവവേല ചെയ്തുകൊണ്ടിരുന്നതായ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ വീതികളിലും ഉൾനാടുകളിലും കുടിലുകളിലുമുള്ള കുറച്ചു പേർക്ക് അല്ലാതെ വെളിയില് ഒരു വ്യക്തിക്ക് പോലും എന്നെ അറിയില്ലായിരുന്നു. ആർക്കും എന്നെ അറിയുകയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. ഏകദേശം എനിക്കൊരു 50-55 വയസ്സ് വരുന്നത് വരെയും എന്നെ സംബന്ധിച്ച് ഞാൻ പോരുന്നതായ പ്രദേശങ്ങളിൽ അല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള TV പ്രോഗ്രാമുകൾ ആ കാലത്ത് ഇല്ലായിരുന്നു. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യൗവനകാലത്തെ എനിക്ക് TV പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കുമായിരുന്നു? ഇപ്പോഴുള്ള അനേകം ആളുകളും വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് TV പ്രോഗ്രാമുകളൊക്കെ ചെയ്യണമെന്നാണ്. 12 വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് TV പ്രോഗ്രാമുകൾ തുടങ്ങാൻ സഹായിച്ചത്. 1992 വർഷത്തിലാണ് കാൽവറി ദർശനം എന്ന പാട്ട് റെക്കോർഡ് ചെയ്തത്. 2013 ആദ്യത്തെ TV പ്രോഗ്രാം ആരംഭിക്കാനിടയായത്. എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം വെച്ചിട്ട് TVയിൽ കൂടി വചനം പ്രഘോഷിക്കണമെന്ന് വിചാരിച്ച് ഒരു പ്രോഗ്രാമിൽ തുടങ്ങി. ഇപ്പോൾ നോക്കൂ, എത്രയോ പ്രോഗ്രാമുകൾ, എത്രയോ ചാനലുകളിൽ കൂടെ ചെയ്യാൻ കഴിയുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാനിടയാകും. അപ്പോൾ വരെയും സ്നേഹവും വിശ്വാസവും സമാധാനവുമൊക്കെ ശീലിക്കുക. നിന്റെ ശരീരത്തെ നീ നുറുക്കുവാൻ വേണ്ടി പഠിക്കുക. നിന്റെ ആഗ്രഹത്തെ ക്രൂശീകരിക്കാൻ പഠിക്കുക. ദൈവത്തിന്റെ ഹിതത്തെ പഠിക്കുക. എവിടെ ചെന്നാലും, ഒരു മിലിറ്ററിയിൽ ചെന്നാൽ അവിടെ ട്രെയിനിങ് ഉണ്ട്. ഡോക്ടർ ആവണമെങ്കിൽ ഇത്രയും വർഷങ്ങൾ പഠിക്കണം. എഞ്ചിനീയർ ആവണമെങ്കിൽ കോളേജിൽ പോയി ആ കോഴ്സ് പഠിക്കണം. ഒരു ദൈവദാസനാണെങ്കിൽ എങ്ങനെയാണ്? ബൈബിൾ നാം വായിച്ചു പഠിക്കേണ്ടതല്ലേ? വചനം പഠിക്കേണ്ടത് ആവശ്യമല്ലേ? ദൈവത്തിന്റെ കൃപ ആവശ്യമല്ലേ? ദൈവത്തിന്റെ അഭിഷേകം ആവശ്യമായിരിക്കുന്നില്ലേ? നീ തന്നെ സെൽഫ് അപ്പോയിന്റ് ചെയ്യുകയാണോ? എന്താണ്? ഇന്ന് നോക്കിയാൽ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും സ്നാപക യോഹന്നാനെ കുറിച്ച്. സ്നാപക യോഹന്നാൻ വളരെ ശക്തനായ ഒരു ശുശ്രൂഷകൻ ആയിരുന്നു. 6 മാസമേ അവൻ സേവ ചെയ്തുള്ളൂ. നമ്മെപ്പോലെ, എന്നെപ്പോലെ 50 വർഷമല്ല ചെയ്തത്. എന്താണ്?
6 മാസമാണ് ദൈവവേല ചെയ്തത്. ശക്തമായ ദൈവവേല. അവൻ വാക്ക് പറഞ്ഞ് മാറ്റിയില്ല. ആരോടും കോംപ്രമൈസ് ചെയ്തില്ല. കൊല്ലുവാണെങ്കിൽ എന്നെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടുകൂടെ ഉള്ള കാര്യം ഉള്ളതുപോലെ ദൈവവചനം പറയാനിടയായി. രാജാവിനെ ശാസിക്കുവാനിടയായി. 6 മാസമേ ദൈവവേല ചെയ്തുള്ളൂ. അവസാനം ശിരസ് ഛേദിച്ചു, മരിച്ചു പോകാനിടയായി. എന്നാൽ കർത്താവ് പറയാനിടയായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം വായിക്കാം നമുക്ക്. 1:6. ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. എവിടെ നിന്നാണ് അയക്കപ്പെട്ടത്? ദൈവം അയച്ചതായ ഒരു മനുഷ്യൻ. ദൈവത്തിന്റെ അടുക്കൽ നിന്നും അയക്കപ്പെട്ടതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ. അയക്കപ്പെട്ടവൻ, അതായത് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവരെന്നാണ്, വേർതിരിക്കപ്പെട്ടവരെന്നാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്, ദൈവം അയച്ചതായ വ്യക്തി. അതുകൊണ്ട് ദൈവവേല ശക്തമായി ചെയ്യാനിടയായി. ഇന്ന് ദൈവത്താൽ അയക്കപ്പെടാതെ അവരവർ സെൽഫ് അപ്പോയിന്റഡ് ആണ് ചെയ്യുന്നത്. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ദൈവവേല ചെയ്യുന്നതിന് വേണ്ടി അവർക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ദൈവിക വേലയും മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അവസാനം സകലതും തലകീഴായിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് അപമാനം വരുത്തി വെക്കുകയും ചെയ്യും. യുവജനങ്ങളെ ജാഗ്രത. 100 മേനി വിളയിച്ചതായ ഇസഹാക്കിന്റെ ഭവനത്തിൽ ജനിച്ചു. എത്ര വലിയ വ്യക്തിയായി മാറേണ്ടതാണ് അവൻ. എന്നാൽ ദൈവത്തിന്റെ കൃപയെ ഉപേക്ഷയായി വിചാരിച്ചു. ആഹാരത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടു. വ്യഭിചാരിയായി പോയി. ലോകത്തിൽ ആശ വെച്ചു. അതുകൊണ്ട് അവൻ ഭ്രഷ്ടനായി മാറി എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ആരും തന്നെ തള്ളപ്പെട്ടു പോകാതിരിക്കട്ടെ. ദൈവം സ്നേഹിക്കുന്നതായി നാം എല്ലാവരും ദൈവത്തിന്റെ ഹിതം തന്നെ ചെയ്യട്ടെ. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ സാക്ഷികളായി ഇവിടെയായിരിക്കുന്ന എല്ലാ യൗവനക്കാരും ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. യൗവനക്കാരെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഇപ്പോൾ തന്നെ ഒരു അത്ഭുത കാര്യം നിങ്ങളിൽ ചെയ്യും. ഈ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേർതിരിക്കുകയാണ് കർത്താവേ. അഭിഷേകിക്കുമാറാകണമേ. സമർപ്പിക്കുകയാണ് ദൈവമേ. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുവാൻ പോകുന്നു. അതിപ്പോൾ തന്നെ പുറപ്പെടും. ഇപ്പോൾ തന്നെ നീ ആരെയാണോ വേർതിരിച്ചത് ആ യൗവനക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ നീ ഇടപെടുമാറാകണമേ. അവരോട് നീ സംസാരിക്കണമേ. അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കണമേ. അവരെ രക്ഷിക്കപ്പെടുത്താൻ ഇടയാക്കണമേ. രക്ഷിക്കപ്പെട്ട ആളുകൾ നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ ദാഹത്തോടെ ആയിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ ഹിതം അന്വേഷിക്കുന്ന ആളുകളായിട്ട്, നിന്റെ ഹിതം മനസ്സിലാക്കിയിട്ട് അതിൽ നിലനിൽക്കുന്നവരായി ഈ യൗവനക്കാരാട്ടി സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തിയുടെ ജീവിതത്തിൽ നീ അത് തെളിയിക്കണമേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ